ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഫുള്ള് കാണാം. വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മെമ്പർഷിപ്പ്, ഈ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഓക്കെ കറക്റ്റ് എവിടെ നിൽക്കാതെ കാണാൻ പറ്റുള്ളൂ നോക്കാണ്. ഈ മെമ്പർഷിപ്പ് എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നേരിട്ട് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ പ്ലാൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ യൂട്യൂബിൽ ഒരു ബട്ടൺ ഉണ്ട്, നമ്മുടെ പ്രൊഫൈലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൽ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ മെമ്പർഷിപ്പ് ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷനിൽ വീഡിയോസ് എന്നിട്ട് 89 രൂപയുടെ ഓപ്ഷൻ ഉണ്ട്. അതെടുക്കരുത്, അതെടുത്താൽ ഒന്നും കിട്ടൂല. പലരും അതാണ് എടുക്കുന്നത്. അപ്പം അതെടുക്കണ്ട, അതിന് താഴെയുള്ള ഓപ്ഷൻ എടുക്കണം. 299 രൂപ. ഈ 299 രൂപയ്ക്ക് ആണ് മെമ്പർഷിപ്പ് അവൈലബിൾ. ഓക്കെ, പിന്നെ 299 അങ്ങനെ താഴത്തോട്ട് പിന്നെ വേറെ ഓപ്ഷനൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് സഹിതം മെമ്പർഷിപ്പ് എടുത്തിട്ട് മെസ്സേജ് അയക്കണം. അപ്പോൾ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. 8891494012 ഒരു നമ്പർ. രണ്ടാമത്തെ നമ്പർ 6235038597. രണ്ട് നമ്പർ ഉണ്ട്, രണ്ട് നമ്പറിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരു കാര്യമില്ല, കാരണം എക്സ്ട്രാ പേയ്മെന്റ് പോവും. അപ്പം അതിനേക്കാൾ നല്ല നിങ്ങൾ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കണം, നേരിട്ട് മെസ്സേജ് അയക്കണം, നമ്പറിൽ മെസ്സേജ് അയക്കണം. അപ്പം ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം, യൂട്യൂബ് വഴി എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ, മെമ്പർഷിപ്പിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോവാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ? അപ്പോൾ ഇതൊരു വിവാഹ കരാർ അല്ലേ? വിവാഹ കരാർ ഒരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫിൽ നടന്ന ഒരു സ്റ്റോറിയാണ്. സോ ഈ കഥ നടക്കുന്നത് 2016-17 കാലഘട്ടത്തിലാണ് കേട്ടോ. അപ്പം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് നമ്മുടെ ഫേസ്ബുക്ക് വഴിയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഫോൺ വിളിക്കുന്നു, സംസാരിക്കുന്നു, എന്തോ ഹൃദയം കൈമാറി എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു, ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നു. ആ വ്യക്തി ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന് ട്രസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പുള്ളി ഗൾഫിലായിരുന്നു, ഈ കുട്ടി കേരളത്തിൽ. ഓക്കെ, അങ്ങനെ അവർ തമ്മിൽ ഒരു ദിവസം മീറ്റ് ചെയ്യുകയാണ്. മീറ്റ് ചെയ്യുന്നതാണ് വേറെ മീറ്റിംഗ് അല്ല. ഈ ആള് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും രണ്ട് വീട്ടുകാരും കൂടെ സമ്മതം മൂളിയിരുന്നു ഈ വിവാഹത്തിന്. അപ്പോൾ ഈ ആള് കല്യാണം കഴിച്ച് ഒരു കുട്ടിയുള്ള ആളാണ്. അപ്പോൾ കല്യാണത്തിന് ഇവര് സമ്മതം മൂളുന്നു. സമ്മതം മൂളി. പെൺകുട്ടിയുടെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. ബിക്കോസ് ഇയാൾ അത്രക്ക് ആ പെൺകുട്ടി സ്നേഹിച്ചിരുന്നു, അതുപോലെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ നന്നായിട്ട് എന്താണ് ഭയങ്കരമായിട്ട് ഒരു അങ്ങനെ ആഘാത പ്രണയത്തിലായിപ്പോയി. അങ്ങനെ ഇയാൾ എയർപോർട്ടിൽ വരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ അവിടെ ചെല്ലുന്നു, ഇയാളെ കാണുന്നു. ഇയാളുടെ അവസ്ഥകളൊക്കെ ഇയാൾ പറയുന്നു. ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, ഈ കുട്ടിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ ഡയലോഗുകൾ, കാര്യങ്ങൾ. അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇയാളുടെ വലയിൽ വീഴുന്നു. വീണ് കഴിഞ്ഞിട്ട് എന്താ ഇയാളെ പറ്റി ഈ പെൺകുട്ടിയുടെ വീട്ടുകാരൊന്ന് അന്വേഷിക്കാൻ പോന്നു. അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ ഇയാളെപ്പറ്റി നാട്ടിലൊക്കെ നല്ല അഭിപ്രായമാണ്. കല്യാണം കഴിച്ച് ഭാര്യ ഉപേക്ഷിച്ച് പോയ ഒരാൾ, അങ്ങനത്തെ ഒരു ഭാര്യയും കുട്ടി വേറൊരാളുടെ കൂടെ പോയി, അങ്ങനൊരു ലേബിളാണ്. സോ ഈ പെൺകുട്ടിക്ക് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലായി. അങ്ങനെ സമയത്ത് പക്ഷേ ഒരു വക്കീലിനെ കാണുമ്പോൾ വക്കീൽ പറയുന്നു ഈ കല്യാണം നടക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. കാരണം ഭാര്യ വേറൊരാളുടെ കൂടെ താമസിക്കുന്നുവെങ്കിലും ഭാര്യ ഇയാളായിട്ട് ഡിവോഴ്സ് ആയിട്ടില്ല.
ഭാര്യനെ കൊണ്ടുവന്ന് ഡിവോഴ്സ് ആക്കിയാൽ മാത്രമേ ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അത് ഓപ്ഷൻ. ഓപ്ഷൻ 2, വക്കീൽ വേറെ ഓപ്ഷൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ലിവ് ഇൻ ടുഗദർ ആവാം. ലിവ് ഇൻ ടുഗദർ ആവണേന് പ്രശ്നമില്ല, കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കാം. സോ അതാണ് ലിവ് ഇൻ ടുഗദർ. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പെങ്കൊച്ചിന് സന്തോഷം, ഇയാൾക്കും സന്തോഷം. അപ്പം അവർ ലിവ് ഇൻ ടുഗദർ ആവാൻ തീരുമാനിച്ചു. ലിവ് ഇൻ ടുഗദറൊക്കെ ആയി ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ പെരുമാറ്റത്തിലൊരു ചെറിയ ഇത്. അപ്പോൾ അവർ എന്ത് ചെയ്യാം, ഒരു ദിവസം പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ കുറച്ച് കാലമേ പെൺകുട്ടി അറിയുന്നു ആളെ പറ്റിച്ചതാണെന്ന്, ഈ പെണ്ണിനെ പറ്റിച്ചതാണെന്ന്. സോ അയാളെ പഴയ ഭാര്യ തിരിച്ചു വന്നു. അപ്പോൾ പഴയ ഭാര്യ തിരിച്ചു വന്നപ്പോൾ വേറൊരാളുടെ കൂടി ജീവിച്ച ഒരു വ്യക്തിനെ ഇയാൾ സ്വീകരിക്കുന്നു, ഇയാളുടെ മകനെയും സ്വീകരിക്കുന്നു. സോ ഈ പെൺകുട്ടി ഔട്ട്, പെൺകുട്ടിയുടെ ജീവിതമാണ് നക്കിപ്പോയത്. സോ പെൺകുട്ടി എന്ത് ചെയ്യുക, പെൺകുട്ടിക്ക് എവിടെയും വോയിസ് ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് പോയിട്ട് വിവാഹ കരാറിൽ ഏർപ്പെട്ടു. വിവാഹ കരാറെന്ന് പറയാൻ പറ്റില്ല, ലിവ് ഇൻ ടുഗദർ റിലേഷൻഷിപ്പ് അതിലേർപ്പെട്ടു. പക്ഷെ ആ പെൺകുട്ടി, എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ പെൺകുട്ടി വളരെ സഫർ ചെയ്തു ആ ഒരു സമയം. കാരണം പെട്ടെന്ന് നാട്ടുകാരുടെ മുന്നിൽ ആ പെൺകുട്ടി നന്നായിട്ട് നാണം കിട്ടുമെന്ന് തന്നെ പറയും. പക്ഷെ അവള് തോറ്റുപോകാൻ ഇടയായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആ പെൺകുട്ടി നമ്മളെ പറ്റിച്ച് നമ്മളെ നാണം കെടുത്തിട്ട് പോയ ഒരാളെ ഒരിക്കലും ആ പെൺകുട്ടി പിന്നെ സ്വീകരിക്കില്ല. തിരിച്ചു വന്നാലും സ്വീകരിക്കില്ല, അല്ലേ? നമ്മുടെ ലൈഫിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. അതിൽ നിന്ന് പഠിച്ച പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പെൺകുട്ടി ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആ പെൺകുട്ടി വേറെ കല്യാണം കഴിച്ചു, കുട്ടികളായിട്ട് ജീവിക്കുന്നു. പക്ഷെ അതൊരു ട്രോമയാണ്. സോ നമ്മൾ ആരെയും അങ്ങനെ വിശ്വസിക്കരുത്. കാരണം അവരുടെ ഉള്ളിലൊരു ചതി ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. സോ ഇനിയും ഇതുപോലെ നമ്മളിപ്പോൾ എത്ര ഷോർട്ട് ഫിലിം കണ്ടാലും എത്ര വീഡിയോസ് ഉണ്ടാലും പെൺകുട്ടികൾ ആണുങ്ങളുടെ പഞ്ചാര വാക്കിൽ ചില സമയത്തൊക്കെ നമ്മൾ വീണു പോവും. എത്രയൊക്കെ ബോൾഡാന്ന് പറഞ്ഞാലും നമ്മൾ ചില സമയത്ത് വീണു പോവും. സോ ബി കെയർഫുൾ, അല്ലേ? അപ്പം എൻ്റെ കൂട്ടുകാരത്തിക്ക് സംഭവിച്ചതുപോലെ നമ്മൾ എന്തിലേർപ്പെടുമ്പോൾ അതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ടല്ലല്ലോ. നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. എന്നാലും ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലൊക്കെ വന്നു കഴിഞ്ഞാൽ, സോ അതിനെ കണ്ടം വഴി ഓടിച്ച് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പോയത് പോട്ടെ എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ അടുത്ത കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ലൈഫ് എവിടെയോ അവസാനിച്ച് പോവില്ല. സോ നിങ്ങൾ അതൊരു ട്രോമയാക്കി മാറ്റാതെ അതിനെ അങ്ങോട്ട് ഓടിച്ചു വിട്ട് നിങ്ങൾ അടുത്ത കാര്യം എന്താന്ന് നോക്കി ലൈഫ് സേഫാക്കാം. അതെനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നമ്മളത് ഇങ്ങനെ സംഭവിച്ചു നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. സോ നമ്മുടെ ലൈഫ് അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.